ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ ഞാൻ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സാണ് പറയാൻ പോകുന്നത്. ഇന്നലെ എനിക്ക് ചില കാരണങ്ങൾ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല, ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അധികം വൈകാതെ വരുന്നതാണ്. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ ഞാൻ സ്റ്റാറ്റിക് ജിക്ക് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് തൊട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോ മുതൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജിക്കെ കൂടി കിട്ടുന്നതാണ്. ഇന്നലെ വരെ ഞാൻ സ്റ്റാറ്റിക് ജിക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് സ്റ്റാറ്റിക് ജിക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റാറ്റിക് ജിക്കെ കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ന്യൂസ് ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല, ന്യൂസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റഷ്യ രജിസ്റ്റേഴ്സ് വേൾഡ്സ് ഫസ്റ്റ് കോവിഡ് വാക്സിൻ കാർണിവാക് കോവ് ഫോർ ആനിമൽസ്. അപ്പോൾ ആനിമൽസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചത് റഷ്യയാണ്. അപ്പോൾ അതിൻ്റെ പേര് കാർണിവാക് കോവ് എന്നാണ്. ദ വാക്സിൻ ഫോർ ആനിമൽസ് ഡെവലപ്ഡ് ബൈ എ യൂണിറ്റ് ഓഫ് റോസൽ കോസ്നാർഡോസ് ഫെഡറൽ സർവീസ് ഫോർ വെറ്റിനറി ആൻഡ് സൈറ്റോസാനിറ്ററി സർവൈലൻസ് വാസ് നെയിംഡ് കാർണിവാക് കോവ്. അപ്പോൾ അതിൻ്റെ പേര് കാർണിവാക് കോവ് എന്നാണ്. റഷ്യയാണ് അത് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ന്യൂസ്, ആൽഫ്രഡ് അഹോ വിൻസ് ദ 2020 ACM ട്യൂറിംഗ് അവാർഡ്. അപ്പോൾ ഈ ACM ട്യൂറിംഗ് അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആണ്. അസോസിയേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് മെഷീനറി അവാർഡ് ട്യൂറിംഗ് അവാർഡ് കിട്ടിയത് ആൽഫ്രഡ് വി അഹോ എന്ന് പറയുന്ന ലോറൻസ് ഗുസ്മാൻ പ്രൊഫസർക്കാണ്. അഹോ ഷെയർസ് അവാർഡ് വിത്ത് ഹിസ് ലോങ് ടൈം കൊളാബറേറ്റർ ജെഫ്രി ഡേവിഡ് ഉൾമാൻ. അപ്പോൾ ഷെയർ ചെയ്തിട്ടാണ് ആ അവാർഡ് കിട്ടിയത്. ജെഫ്രി ഡേവിഡ് ഉൾമാനും കൂടിയിട്ടാണ് ആ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആ അവാർഡിൻ്റെ സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 million പ്രൈസ് മണിയായിട്ടും കിട്ടും, വിത്ത് എ ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ ഗൂഗിൾ INC. അപ്പോൾ $1 million പ്രൈസാണ്. അത് ഷെയർ ചെയ്തിട്ട് അഹോനും അതേപോലെ ജെഫ്രി ഡേവിഡ്സൺ ഉൾമാനും കൂടി ഷെയർ ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അഹോ വിൻസ് 2020 ACM ട്യൂറിംഗ് അവാർഡ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. പ്രൊഫസർ സുമൻ ചക്രബർത്തി IIT ഖരഗ്പൂർ ഫാക്കൽറ്റി ടു ഗെറ്റ് 30th GD Birla അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. അപ്പോൾ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി 30th GD Birla അവാർഡ് ലഭിക്കാൻ പോകുന്നത് പ്രൊഫസർ സുമൻ ചക്രബർത്തി, IIT ഖരഗ്പൂരിലത്തെ ഫാക്കൽറ്റിയായ സുമൻ ചക്രബർത്തിക്കാണത് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1991 ഈ അവാർഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ബിലോ 50 ഫോർ ദെയർ ഒറിജിനൽ ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് ടു എനി ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ ടെക്നോളജി. ഇറ്റ് ക്യാരീസ് എ ക്യാഷ് പ്രൈസ് ഓഫ് 5 lakh rupees. 5 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുക, ആ അവാർഡിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. Chakrabarti has been selected for his outstanding contribution to engineering science and its application in developing technologies for affordable healthcare. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സുമൻ ചക്രബർത്തിക്ക് ഈ അവാർഡ് GD Birla അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്ത ന്യൂസ്, വിപ്രോ ടു അക്വയർ ഓസ്ട്രേലിയൻ സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡർ ആംപിയോൺ ഫോർ $117 million. $117 million കൊടുത്തിട്ട് ഓസ്ട്രേലിയൻ സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡറായ ആംപിയോണിനെ വിപ്രോ മേടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആംബിയോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മെൽബണിലാണ് ആൻഡ് വാസ് ഫോംഡ് ത്രൂ ദ മെർജർ ഓഫ് IT സർവീസ് പ്രൊവൈഡർ റെവല്യൂഷൻ IT ആൻഡ് ഷീൽഡ്. അപ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ് ആംബിയോൺ ഫോം ചെയ്തത്. അപ്പോൾ വിപ്രോ ഹാസ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് ടു അക്വയർ ആംബിയോൺ, ആൻ ഓസ്ട്രേലിയൻ ബേസ്ഡ് പ്രൊവൈഡർ ഫോർ സൈബർ സെക്യൂരിറ്റി ഡെവലപ്സ് ആൻഡ് ക്വാളിറ്റി എഞ്ചിനീയറിംഗ് സർവീസസ് ഫോർ എ ക്യാഷ് കൺസിഡറേഷൻ ഓഫ് $117 million. $117 million വിപ്രോ അക്വയർ ചെയ്തത്. അടുത്ത ന്യൂസ്, ന്യൂ ജോബ്സ് ബൈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഹിറ്റ് റെക്കോർഡ് ഹൈ ഇൻ ഫിനാൻഷ്യൽ ഇയർ 21 amid കോവിഡ്. അപ്പോൾ ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ്റെ ഇടയിലും പുതിയ ജോബ്സ് പ്രൊവൈഡ് ചെയ്യണതിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നല്ല ഹൈ റെക്കോർഡാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, ഡിസ്ബേഴ്സ്ഡ് 2,188.78 crore rupees margin money in financial year 21 to create a whopping 5,95,320 PMEGP jobs പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമിൻ്റെ ജോബ്സ് ത്രൂ 74,415 മൈക്രോ എൻ്റർപ്രൈസസ് സെറ്റപ്പ് അക്രോസ് ദ കൺട്രി അമിഡ് ദ COVID-19 പാൻഡമിക്. അപ്പോൾ
new jobs by Khadi and Village Industries Commission hit a record high in financial year 21 amid COVID. അടുത്ത ന്യൂസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റിവൈസസ് അപ്വേർഡ്സ് ട്രേഡ് ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ 2021 to 8%. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് 2021 8% ആണ്. World Trade Organization revised upward the growth forecast of global merchandise trade in 2021 to 8% compared to ഇതിൻ്റെ മുമ്പ് 7.2% ഗ്രോത്ത് ഫോർകാസ്റ്റ് ആണ് ഒക്ടോബർ 2020 നടത്തിയത്. ഇപ്രാവശ്യം 8% ആയിട്ട് അത് മാറ്റിയിരിക്കുകയാണ്. ഡിക്ലൈൻ ഇൻ വോളിയം ഓഫ് വേൾഡ് ഗുഡ്സ് ട്രേഡ് ഫോർ 2020 ഹാസ് ബീൻ part to 5.3% compared to 9.2% fall projected earlier. The world GDP at market exchange rates should be increased by 5.1% in 2021, 3.8% in 2022 after contraction by 3.8% in 2020. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റിവൈസ് ചെയ്തിരിക്കുകയാണ് അപ്വേർഡ് ട്രേഡ് ഗ്രോത്ത് ഫോർകാസ്റ്റ്. അപ്പോൾ 2021 അപ്വേർഡ് ട്രേഡ് ഫോർകാസ്റ്റ് ആണ് 7.2% ആണ് ഒക്ടോബർ 2020 ഫോർകാസ്റ്റ് ചെയ്തിരുന്നത്. അത് മാറ്റിയിട്ട് 8% ഫോർകാസ്റ്റ് ആണ് ഇപ്പോൾ നടത്തിയത്. ഇൻ്റർനാഷണൽ മൈൻ അവയർനെസ് ഡേ ഏപ്രിൽ 4 ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എവറി ഇയർ ഇൻ്റർനാഷണൽ ഡേ ഫോർ മൈൻ അവയർനെസ് ഇസ് ഒബ്സർവ്ഡ് ഓൺ April 4th. This decision was taken by the General Assembly on December 8, 2005. December 8, 2005 ആ ഡിസിഷൻ എടുത്തത്. April 4th ഇൻ്റർനാഷണൽ മൈൻ അവയർനെസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുത്തത് December 8, 2005 ജനറൽ അസംബ്ലി കൂടിയിട്ടാണ് അത് എടുത്തത്. ഇറ്റ് ഈസ് ഒബ്സർവ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ദ എക്സ്പ്ലോസീവ് റെമനൻസ് ഓഫ് എ വാർ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സീരിയസ് ത്രെറ്റ് ടു ദ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഈ വർഷത്തെ തീം പെർസെവറൻസ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് പ്രോഗ്രസ്. ഇതാണ് ഈ വർഷത്തെ തീം. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഫോൺപേ ബിക്കംസ് ഫസ്റ്റ് പ്ലെയർ ടു ക്രോസ് എ ബില്യൺ ട്രാൻസാക്ഷൻ മാർക്ക് ഓൺ UPI. അപ്പോൾ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൽ ബില്യൺ ട്രാൻസാക്ഷൻ മാർക്ക് കടക്കുന്ന ഫസ്റ്റ് പ്ലെയറായി ഫോൺപേ. അപ്പോൾ ഫോൺപേ ഹാസ് ഓവറോൾ ക്ലോക്ക്ഡ് ക്ലോസ് ടു 1.3 ബില്യൺ transactions on its platform across payment offering of wallet, cards as well as UPI in March 2021. PhonePe also claimed that its annual payment value rate hit at $388 billion in March. Overall UPI volumes in India have more than doubled as transactions on the network touched 2.73 billion in March 2021. About 2.73 ബില്യൺ ആണ് മാർച്ച് 2021 ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോൺപേ ആണ് ഫസ്റ്റ് പ്ലെയർ, അതായത് UPI ട്രാൻസാക്ഷൻ UPIയിൽ ട്രാൻസാക്ഷൻ മാർക്ക് ബില്യൺ ട്രാൻസാക്ഷൻ മാർക്ക് ക്രോസ് ചെയ്യുന്ന ഫസ്റ്റ് പ്ലെയറായി ഫോൺപേ. അടുത്ത ന്യൂസ്, ഇന്ത്യ ഗിവ്സ് 2.2 crore rupees to UN Women for Gender Equality. TS തിരുമൂർത്തി. അപ്പോൾ ഇന്ത്യസ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ടു UN അംബാസഡർ TS തിരുമൂർത്തി മെൻഷൻഡ് ദാറ്റ് ഇന്ത്യ ഹാസ് കോൺട്രിബ്യൂട്ടഡ് നിയർലി 2.2 crore rupees, അതായത് ഏകദേശം $3 lakh to United Nations Entity for Gender Equality and the Empowerment of Women, also known as UN Women for 2021, reaffirming the country's support for gender equality and women empowerment. അപ്പോൾ ഇന്ത്യ 2.2 കോടി രൂപ UN Women for Gender ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് UN Women കൊടുത്തിരിക്കുകയാണ്. 2.2 crore rupees ആണ് നൽകിയത്. TS തിരുമൂർത്തി, ഇന്ത്യസ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ടു UN അംബാസഡറായ TS തിരുമൂർത്തിയാണിത് മെൻഷൻ ചെയ്തത്. അപ്പോൾ UN വിമൻ്റെ കുറച്ച് നമുക്ക് ഫാക്ട്സ് നോക്കാം. അതിൻ്റെ ഹെഡ് പേര് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുംസിലെ മ്ലാംബോ എങ്കൂക്ക എന്നാണ് പേര്. നിങ്ങൾ ശരിക്കും നോക്കിക്കോളൂ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് UN വിമൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ഓപ്പൺഡ് ഫോർ ട്രാഫിക്. അപ്പോൾ ദ 96 kilometer long 16-lane expressway will reduce the travel time between Meerut and Delhi to 45 minutes from over 2.5 hours taken currently. ഇപ്പോൾ നിലവിൽ 2.5 മണിക്കൂറാണ് ഇപ്പോൾ ഡൽഹി ടു മീററ്റ് ട്രാവൽ ചെയ്യാനുള്ള ടൈം. അത് ഈ ഒരു എക്സ്പ്രസ് വേ കാരണം കൊണ്ട് 45 മിനിറ്റായിട്ട് ചുരുങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 45 മിനിറ്റായിട്ട് ചുരുങ്ങും. ഇറ്റ് ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് വിത്ത് ഓവർ 8,000 crore rupees and will also help in resolving congestion and pollution.
പൊല്യൂഷനും എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ട്രാഫിക്കിന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദ എക്സ്പ്രസ് വേ വിൽ ഓൾസോ റെഡ്യൂസ് ദ ട്രാവൽ ടൈം ഫോർ കമ്മ്യൂട്ടേഴ്സ് ഫ്രം മുസാഫർനഗർ, സഹറാൻപൂർ, ഹരിദ്വാർ ആൻഡ് ഡെഹ്റാഡൂൺ ടു ഡൽഹി. ഈ സ്ഥലങ്ങളിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രയും കുറച്ച് ടൈം ലാഭിക്കാൻ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ന്യൂസ്, ജമ്മു ആൻഡ് കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഇനോഗ്രേറ്റ്സ് 5-day ടുലിപ്പ് ഫെസ്റ്റിവൽ. അപ്പോൾ 5-day ടുലിപ്പ് ഫെസ്റ്റിവൽ നടന്നു. അത് ഇനോഗ്രേറ്റ് ചെയ്തത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹയാണ്. The 5-day long tulip festival in Asia's largest tulip garden at the foothills of Suburban Hills on the banks of world famous Dal Lake in Srinagar has begun in Kashmir Valley. It will showcase Kashmiri folk music apart from a painting competition. Over 15 lakh followers from more than 64 varieties are in full bloom on the foothills of Suburban Mountains. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹയാണ് ഇനോഗ്രേറ്റ് ചെയ്തത് 5-day ടുലിപ്പ് ഫെസ്റ്റിവൽ. ടുലിപ്പ് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുലിപ്പ് ഗാർഡൻ അറ്റ് ദ ഫൂട്ട് ഹിൽസ് ഓഫ് സബർബൻ ഹിൽസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് വേൾഡ് ഫേമസ് ദാൽ ലേക്ക് ഇൻ ശ്രീനഗർ. ശ്രീനഗറിൻ്റെ അടുത്ത ഡാൽ ലേക്കിൽ ആണ് അവിടുത്തെ ടുലിപ്പ് ഗാർഡനിലാണ് ഈ ടുലിപ്പ് ഫെസ്റ്റിവൽ നടന്നത്. അടുത്ത ന്യൂസ്, വേൾഡ് ബാങ്ക് അപ്രൂവ്സ് $32 million പ്രൊജക്റ്റ് ടു ബൂസ്റ്റ് ഹെൽത്ത് സർവീസസ് ഇൻ മിസോറാം. അപ്പോൾ ഹെൽത്ത് സർവീസസ് ഇൻ മിസോറാമിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് $32 million ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ദ പ്രൊജക്ട് ടൈറ്റിൽഡ് മിസോറാം ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് പ്രൊജക്ട് വിൽ സ്ട്രെങ്തൻ ഗവർണൻസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഓഫ് ദ മിസോറാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ്. As a key strategy, the project will move towards a performance-based financing system where internal performance agreements between state health and department and its subsidiaries will foster accountability. അപ്പോൾ വേൾഡ് ബാങ്ക് $32 million ആണ് ഹെൽത്ത് സർവീസസ് ഇൻ മിസോറാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തത്. ഇനി അടുത്ത ന്യൂസ്, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഡോക്ടർ ഹർഷവർദ്ധൻ അപ്രൂവ്സ് നാഷണൽ പോളിസി ഫോർ റെയർ ഡിസീസസ് 2021. അപ്പോൾ ദ പോളിസി എയിംസ് ടു ലോവർ ഹൈ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ റെയർ ഡിസീസസ് വിത്ത് ഇൻക്രീസ്ഡ് ഫോക്കസ് ഓൺ ഇൻഡിജിനസ് റിസർച്ച് ആൻഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഓഫ് മെഡിസിൻസ്. അപ്പോൾ എ പ്രൊവിഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് അപ് ടു 20 lakh rupees അണ്ടർ ദ അംബ്രല സ്കീം ഓഫ് രാഷ്ട്രീയ ആരോഗ്യ നിധി ഈസ് പ്രപ്പോസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദോസ് റെയർ ഡിസീസസ് ദാറ്റ് ആർ റിക്വയർ എ വൺ ടൈം ട്രീറ്റ്മെൻറ്റ്. ഡിസീസസ് ലിസ്റ്റഡ് അണ്ടർ ഗ്രൂപ്പ് 1 ഓഫ് ഇൻ എ പോളിസി. Benefits to be extended to about 40% of our population under the Pradhan Mantri Prime Minister Jan Arogya Yojana. അപ്പോൾ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററായ ഡോക്ടർ ഹർഷവർദ്ധൻ നാഷണൽ പോളിസി ഫോർ റെയർ ഡിസീസസിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. 2021 അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഡോക്ടർ ഹർഷവർദ്ധൻ അപ്രൂവ്സ് നാഷണൽ പോളിസി ഫോർ റെയർ ഡിസീസസ്. അതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ പോളിസി ഫോർ റെയർ ഡിസീസസ് 2021 അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ന്യൂസ്, IIT കാൺപൂർ ഡെവലപ്സ് ടച്ച് സെൻസിറ്റീവ് വാച്ച് ഫോർ വിഷ്വലി ഇംപെയർഡ്. അപ്പോൾ കണ്ണ് കാണാത്ത ആൾക്കാർക്കൊക്കെ വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർ, കണ്ണ് കാണാത്ത ആൾക്കാർക്ക് ടച്ച് സെൻസിറ്റീവ് വാച്ചാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് IIT കാൺപൂർ. IIT കാൺപൂർ ആണ് വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ടച്ച് സെൻസിറ്റീവ് വാച്ച് ഡെവലപ്പ് ചെയ്തത്. 2 researchers from IIT കാൺപൂർ have developed a touch sensitive tactile haptic watch that can help visually impaired people learn what time it is by touching the face. അപ്പോൾ മുഖം തൊട്ടുകൊണ്ട് അവർക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ദ ലാക്ക് ഓഫ് പ്രൈവസി ഇൻ വാച്ചസ്. അപ്പോൾ ഇത് ഉറക്കെ ഓഡിബിൾ ശബ്ദത്തിൽ പറയും, അതുകൊണ്ട് പ്രൈവസി ഓഫ് വാച്ചസ് ഇല്ല, അതാണ് ഒരു ഡ്രോബാക്ക്. പിന്നെ സെക്കൻഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ വലുപ്പമാണ്, വെരി ലാർജാണ് ഈ വാച്ചുകൾ. അപ്പോൾ പക്ഷേ ഇത് കണ്ടുപിടിച്ചത് IIT കാൺപൂർ ആണ്. ടച്ച് സെൻസിറ്റീവ് വാച്ച് ഫോർ വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ടച്ച് സെൻസിറ്റീവ് വാച്ച് കണ്ടുപിടിച്ചത് IIT കാൺപൂരിലത്തെ 2 റിസർച്ചേഴ്സാണ്. ഇനി അടുത്ത ന്യൂസ്, ഇസാമു അക്കാസാക്കി ജാപ്പനീസ് സയൻറ്റിസ്റ്റായ ഇസാമു അക്കാസാക്കി who won the Nobel Prize for Revolutionary LED lamp has passed away.
അപ്പോൾ ഇസമു അക്കാസാക്കി won the 2014 Nobel Prize with two other scientists, Hiroshi Amano and Shuji Nakamura. Together they developed the world's first efficient blue light emitting diode. അവരാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇസമു അക്കാസാക്കി മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസാമു അക്കാസാക്കി, ജാപ്പനീസ് സയൻറ്റിസ്റ്റ് ഹു വൺ നോബൽ പ്രൈസ് ഫോർ റെവല്യൂഷണറി LED ലാമ്പ്, പാസ്ഡ് അവേ. ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. മനോഹർ പരിക്കർ, ബ്രില്യൻറ്റ് മൈൻഡ് സിമ്പിൾ ലൈഫ്. ആ ബുക്കിൻ്റെ പേരാണത്. അത് എഴുതിയത് നിതിൻ ഗോഖലെയാണ്. അപ്പോൾ ദ ബുക്ക് മനോഹർ പരിക്കർ ബ്രില്യൻറ്റ് മൈൻഡ് സിമ്പിൾ ലൈഫ് ബൈ നിതിൻ ഗോഖലെ ഓഫേഴ്സ് ആൻ ഓവർവ്യൂ ഓഫ് പരിക്കേഴ്സ് ജേർണി ഫ്രം an IIT student to a social worker and to the India's defense minister. It offers overview of his service to the Goan society as CM. പിന്നെ പബ്ലിഷ്ഡ് ബൈ ദ ബ്ലൂംസ്ബറി, അത് പബ്ലിഷ് ചെയ്തത് ബ്ലൂംസ്ബറി ആണ്. ഇറ്റ് വാസ് റിലീസ്ഡ് ഓൺ 31st March ഓൺ എ സോഫ്റ്റ് കവർ. ദ പ്രിൻറ്റ് ഈ വെന്യൂ ടു ലോഞ്ച് സെലക്ട് നോൺ ഫിക്ഷൻ ബുക്സ്. അപ്പോൾ മനോഹർ പരിക്കർ ബ്രില്യൻറ്റ് മൈൻഡ് സിമ്പിൾ ലൈഫ് ആണ് ബുക്കിൻ്റെ പേര്. അത് എഴുതിയത് നിതിൻ ഗോഖലെയാണ്. അപ്പോൾ അടുത്ത ന്യൂസ്, ഫാം ബേസ്ഡ് ഫസ്റ്റ് ഫാം ബേസ്ഡ് സോളാർ പവർ പ്ലാന്റ് അണ്ടർ പ്രൈം മിനിസ്റ്റർ കുസും കംസ് അപ്പ് ഇൻ രാജസ്ഥാൻ. അപ്പോൾ ഫസ്റ്റ് ഫാം ബേസ്ഡ് സോളാർ പവർ പ്ലാന്റ് PM കുസും കംസ് അപ്പ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് അത് വരുന്നത്. പ്ലാന്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൈം മിനിസ്റ്റർ കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്ഥാൻ അഭിയാൻ. കുസുമിൻ്റെ ഫുൾ ഫോം ആണത്. സ്കീം ഇൻ ജയ്പൂർസ് ഡിസ്ട്രിക്ട് കോട്ട്പുട്ലി തെഹ്സിൽ വിത്ത് എ പ്രൊവിഷൻ ഫോർ പ്രൊഡക്ഷൻ ഓഫ് 17 lakh യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എവറി ഇയർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഫസ്റ്റ് ഫാം ബേസ്ഡ് സോളാർ പവർ പ്ലാന്റ് അണ്ടർ PM കുസും എവിടെയാണ് വരുന്നത്? വന്നത് രാജസ്ഥാനിലാണ് അത് വന്നത് ഫസ്റ്റ്. പിന്നെ അടുത്തത് രാജസ്ഥാൻ ബേസ്ഡ് ന്യൂസ് തന്നെയാണ്. രാജസ്ഥാൻ ബിക്കംസ് എ ഫസ്റ്റ് സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ ഓൾ ഇറ്റ്സ് റെസിഡൻസ്. അപ്പോൾ എല്ലാ റെസിഡൻസിനും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ. The state began registration for its cashless mediclaim scheme, ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അതിൻ്റെ പേരാണ് ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അനൗൺസ്ഡ് ബൈ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ടാണ് അത് അനൗൺസ് ചെയ്തത് ഇൻ ദ സ്റ്റേറ്റ് ബഡ്ജറ്റ് 2021-22. ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ദ സ്കീം ഈച്ച് ഫാമിലി ഇൻ ദ സ്റ്റേറ്റ് ക്യാൻ ക്ലെയിം അപ് ടു 5 lakh rupees എവറി ഇയർ ഫോർ മെഡിക്കൽ എക്സ്പെൻസസ്. അപ്പോൾ 5 ലക്ഷം രൂപ വരെ എല്ലാ ഫാമിലിക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കും ഈ ഒരു ഇൻഷുറൻസ് വഴി. അപ്പോൾ രാജസ്ഥാനാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഓൾ ഇറ്റ്സ് റെസിഡൻസ്. എല്ലാ റെസിഡൻസിനും ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റായി മാറി രാജസ്ഥാൻ. അപ്പോൾ 5 ലക്ഷം രൂപ വരെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ ചികിത്സിക്കാൻ കാശ് ചിലവാവില്ല എന്നാണ് ഈ ഒരു മെഡിക്ലെയിം ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് ക്ലെയിം ചെയ്യാം, നമുക്ക് 5 ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ്, അതായത് ഇന്നലത്തെ കറണ്ട് അഫെയർസിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു എവരി വൺ. താങ്ക് യു.